Hi everyone, welcome to Drug Media. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളത് നമ്യ ക്രീം എന്നുള്ളതിനെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്യാമോ എന്നുള്ളതാണ്. ആക്ച്വലി നമ്യ ക്രീം എന്നുള്ള ഒരു ക്രീം മാർക്കറ്റിൽ ലഭ്യമല്ല. അതായത് നമ്യ സ്കിൻ ലൈറ്റനിങ് സിറം ഇതാണ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. നമുക്കിതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ചെയ്യാം. മനുഷ്യ ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന കറുത്ത നിറം നീക്കം ചെയ്ത് ആ ഭാഗങ്ങളിൽ പഴയ സ്കിൻ കളർ ലഭ്യമാവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ് ഈ നമ്യ ലൈറ്റനിങ് സ്കിൻ സിറം എന്നുള്ള ഈ പ്രൊഡക്റ്റ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അഥവാ യോനിക്ക് ചുറ്റും, ലിംഗത്തിന് സറൗണ്ട് ചെയ്തിട്ട്, കൂടാതെ തന്നെ കാൽ തുടകൾക്കിടയിൽ, അണ്ടർ ആം അതായത് കക്ഷത്തിന് താഴെ അല്ലെങ്കിൽ കക്ഷത്തിന് അകത്ത്, കൂടാതെ തന്നെ സ്കാറായിട്ട് കറുത്ത പാടുകൾ, കൂടാതെ തന്നെ കഴുത്തിൽ, ഈ കാൽമുട്ടിൻ്റെ ബാക്ക് സൈഡുകളിലായിട്ട്, നമ്മുടെ ഞെരിയാണി എന്ന് പറയുന്ന കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗത്തെല്ലാം വരുന്ന ഈ കറുത്ത പാടുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമുക്ക് തന്നെ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മുടെ രഹസ്യ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കറുത്ത പാടുകളെല്ലാം വരുന്നത്. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് കമ്പനിയുടെ അവകാശവാദം. സോ നമുക്ക് കൂടുതലായിട്ട് നോക്കാം എന്താണ് ഈ നമ്യ സ്കിൻ ലൈറ്റനിങ് സിറത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. ഇത് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിനെ ഇതാണ്, നമ്യ നാച്ചുറൽ സ്കിൻ കെയർ എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. പ്രൊഡക്റ്റിൻ്റെ കമ്പനിയുടെ പേര് അതാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹി ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും ഇവരുടെ പ്രൊഡക്റ്റ് ലഭ്യമാണ്. ഏകദേശം ഒരു 25ഓളം രാജ്യങ്ങൾ ഇവരുടെ പ്രൊഡക്റ്റ് ലഭ്യമാണ് എന്നിവരും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇനി ഇതൊരു സയൻറ്റിഫിക്കായിട്ട് ഇവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വളരെ സേഫായിട്ട് വൈറ്റനിങ് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളത് ഇവർ തെളിയിച്ചിട്ടുണ്ട്. ഒരു കമ്പനി അവകാശപ്പെടുന്ന മറ്റൊരു കാര്യമാണ്. അതായത് ഇവർ തുടകൾക്കിടയിൽ വരുന്ന കറുത്ത നിറം പോലെയുള്ള ഭാഗങ്ങളിൽ വരുന്ന സ്കാർ പോലുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇവർ റിമൂവ് ചെയ്ത് കമ്പനി തെളിയിച്ചിട്ടുണ്ട് എന്ന് കമ്പനി അവകാശപ്പെടുന്നു. മറ്റു ജനങ്ങൾ പബ്ലിക്കായിട്ട് പുറത്തുള്ള ആൾക്കാർ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ അവസാനം ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഞാൻ ഒരു വീഡിയോൻ്റെ മുകളിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കീ ഹൈലൈറ്റ്സ് ആയിട്ട് അത് കമ്പനി എടുത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിനകത്ത് 100% സെൻസിറ്റീവ് ഏരിയകളിൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ക്രീമാണിത്. അതായത് ഇൻറ്റിമേറ്റ് ഏരിയ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ യോനിക്ക് സറൗണ്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ പോലും, തുടകൾക്കിടയിലുള്ള ഭാഗങ്ങളാണെങ്കിൽ പോലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏരിയകളിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. 100% സേഫായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് കമ്പനി അവകാശപ്പെടുന്നു. കൂടാതെ തന്നെ ഇതിനകത്ത് കമ്പനി എടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഹൈഡ്രോക്വിനോൻ ഇതിനകത്ത് അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കമ്പനിയുടെ അവകാശവാദം. ഹൈഡ്രോക്വിനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് മറ്റു കോസ്മെറ്റിക് പ്രൊഡക്റ്റിനകത്തെല്ലാം ഹൈഡ്രോക്വിനോൻ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് റിസൾട്ട് തരും. അത് പെട്ടെന്ന് മുഖം വെളുക്കാനോ അല്ലെങ്കിൽ കറുത്ത പാടുകൾ നീക്കം ചെയ്യാൻ സഹായകരമാകും. പക്ഷേ അതിനതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ, വളരെ വലിയ സൈഡ് എഫക്റ്റുകളുണ്ട്. എന്നാൽ ഇതിനകത്ത് ഹൈഡ്രോക്വിനോൻ അടങ്ങിയിട്ടില്ല എന്നാണ് കമ്പനി എടുത്ത് പറയുന്നത്. കൂടാതെ തന്നെ അതികഠിനമായ കെമിക്കൽസ്, അതായത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ പെർഫ്യൂം, പാരാബൻസ്, അതായത് മറ്റു സ്മെല്ലിന് വേണ്ടി പെർഫ്യൂംസോ പാരാബൻസോ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നും കമ്പനി എടുത്ത് പറയുന്നുണ്ട്. കമ്പനി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് പ്രകൃതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള എക്സ്ട്രാക്ട്സും അത് കൂടാതെ തന്നെ പ്ലാന്റുകൾ, അതായത് ചെടികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സിറംസും ഉപയോഗിച്ച്, അതിൻ്റെ സത്തും ഉപയോഗിച്ചിട്ടാണ് നമ്യ സ്കിൻ ലൈറ്റനിങ് സിറം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇതിനകത്ത് അടങ്ങിയുള്ള കണ്ടൻസി എന്താണെന്നുള്ളത് ബോട്ടിൻ്റെ മുകളിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുമുണ്ട്. അതെല്ലാം ഇവർ പറയുന്നത് പോലെ തന്നെ ഹെർബൽ കണ്ടൻറ്റാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഉപയോഗിക്കുമ്പോൾ, എക്സാമ്പിൾ യോനിക്ക് സറൗണ്ട് ചെയ്തുള്ള ഭാഗമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റു ശരീരത്തിൻ്റെ സെൻസിറ്റീവ് ഏരിയ ഭാഗങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഒരു ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിച്ച് ആ ഭാഗം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഭാഗം ഡ്രൈ ആവുക. ഡ്രൈ ആയതിനു ശേഷം ഒരു ഫ്യൂ ഡ്രോപ്പ് നമ്യ സിറം എടുത്ത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. ഈ പ്രോസസ്സ് ദിവസം 2 നേരം, രാവിലെയും വൈകിട്ടും 12 മണിക്കൂർ ഗ്യാപ്പ് വിട്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുക. ഇത് 15 ദിവസം തുടർച്ചയായി ചെയ്യുമ്പോൾ പോലും നമുക്കൊരു നല്ലൊരു റിസൾട്ട് ലഭ്യമാവുന്നതാണ്. തുടർച്ചയായി ചെയ്യുമ്പോൾ എങ്കിൽ പോലും ഒരു 6 ആഴ്ച, അതായത് 1.5 മാസം തുടർച്ചയായി ചെയ്യുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു റിസൾട്ട് ആ സമയത്ത് ലഭ്യമാവുന്നതാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ചെറിയ റെഡ് ആയിട്ടുള്ളൊരു കളർ വരിക, അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ഇച്ചിങ്, റാഷ് ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ പൊള്ളുന്ന പോലെ ഒരു ഫീലിംഗ് ഒരുപക്ഷെ തോന്നാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ റെയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ്. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് നോക്കാം. ഇത് ഒരു
കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് ഡ്രൈ ആയിട്ടുള്ള കൂളായിട്ടുള്ള സ്ഥലത്ത് ഒരു 30 ഡിഗ്രിക്ക് താഴെ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കൂടാതെ തന്നെ ഇതൊരു വാണിംഗ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഒരു ഓപ്പൺ വൂണ്ടിലോ ഇല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഭാഗങ്ങളിലോ അൾസർ ആയിട്ടുള്ള ഭാഗങ്ങളിലോ ഒന്നും പുരട്ടാതിരിക്കുക. ഒരുപക്ഷെ പല ആളുകളുടെയും കാലുകൾക്ക് ഇടയിൽ കറുത്ത പാടുകൾ വരുന്നതോടൊപ്പം തന്നെ ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. ഇനി ഇതിൻ്റെ അവൈലബിലിറ്റി നെമ്മയുടെ തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഓൺലൈൻ ഷോപ്പുകളായ ആമസോണിലെല്ലാം ഇത് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് 675 രൂപ മുതൽ 750 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.